റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിലെ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ ആദ്യം വരുന്ന കുറച്ച് കാര്യങ്ങൾ ബേസിക് കോമ്പോണൻറ്റ്സ് ഓഫ് ഫ്ലോ ഡയഗ്രാംസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ വേപ്പർ കംപ്രഷൻ സൈക്കിളിൻ്റെ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ ഓഫ് ദ വേപ്പർ കംപ്രഷൻ സൈക്കിൾ ഓൺ PH&TS ഡയഗ്രാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നൊരു ഭാഗം ആ ഒരു വേപ്പർ കംപ്രഷൻ സൈക്കിളിൻ്റെ ഭാഗമാണ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് നമ്മുടെ സിലബസ്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ഭാഗമാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നോക്കാം, കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ദ എബിലിറ്റി ഓഫ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ടു അബ്സോർബ് എനോർമസ് ക്വാണ്ടിറ്റീസ് ഓഫ് ഹീറ്റ് ആസ് ദ വേപ്പറൈസ് ഈസ് ദ ബേസിസ് ഓഫ് ദി സിസ്റ്റം. അതായത് നമുക്കറിയാം, ഈ ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളതിന് ഷോർട്ടാക്കിയിട്ട് VCRS എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇപ്പോൾ VCRSൻ്റെ വർക്കിംഗ് നമുക്ക് ഫസ്റ്റ് നോക്കാം. അതായത് VCRSൻ്റെ ഡയഗ്രത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഒരു കംപ്രസർ ഉണ്ടായിരിക്കും, പിന്നെ ഒരു കണ്ടൻസർ ഉണ്ടായിരിക്കും, ഒരു എക്സ്പാൻഷൻ വാൾവ് ഉണ്ടായിരിക്കും, ഇവാപ്പറേറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അതിലൂടെ പാസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് ഉപയോഗിച്ചാണ് നമ്മളിവിടെയുള്ള ആ ഒരു കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മളെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഓക്കെ, അതായത് ആ ഒരു വേപ്പർ റെഫ്രിജറൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു VCRSലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കംപ്രസറും കണ്ടൻസറും എക്സ്പാൻഷൻ വാൾവ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഡിവൈസും ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 4 ഡിവൈസുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്ന ഭാഗമാണ് നമ്മുടെ കംപ്രസർ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാം പഠിച്ചു വെക്കണം നമുക്ക് VCRS ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എക്സാമിന് ചോദിക്കാം, എക്സ്പ്ലെയിൻ അബൌട്ട് വിത്ത് നീറ്റ് സ്കെച്ച് ദ വർക്കിംഗ് ഓഫ് VCRS ചോദിക്കാം. അപ്പോൾ VCRS എന്ന് പറയുമ്പോൾ നമുക്കറിയാം, VCRS എന്ന് പറഞ്ഞാൽ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളാണ്. ഓക്കെ, അല്ലെങ്കിൽ S ആണെങ്കിൽ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ VARS പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, വേപ്പർ അത് അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റമാണ് VARS. ഇത് രണ്ടും മാറിപ്പോയത്. VCRS ഉണ്ട്, അതുപോലെ VARS ഉണ്ട്. ഞാൻ നോക്കാം നമുക്കിതിൽ എങ്ങനെയാണ് അതിൻ്റെ വർക്ക് ചെയ്യാൻ നടക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഫസ്റ്റ് വരുന്ന ഭാഗം നമ്മുടെ കംപ്രസറാണ്. ഓക്കെ, നമുക്ക് കംപ്രസർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ആ ഒരു ഇൻപുട്ട് വർക്ക്, ഒരു റെഫ്രിജറേഷൻ സൈക്കിൾ, നമ്മുടെ ഒരു VCRS എന്ന് പറയുന്ന വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളിൽ ആ ഒരു നമ്മൾ വർക്ക് ഇൻപുട്ടായി നമ്മളൊരു ഇൻപുട്ട് വർക്ക് കൊടുക്കുന്ന ഭാഗമാണ് നമ്മുടെ കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കംപ്രസറിലേക്കാണ് നമ്മൾ ഒരു ഇൻപുട്ട് വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു എയർ കണ്ടീഷണറോ അല്ലെങ്കിൽ നമ്മുടെ റെഫ്രിജറേറ്ററൊക്കെ ആണെങ്കിൽ, നമ്മൾ ഫ്രിഡ്ജ് എന്ന് പറയുന്ന റെഫ്രിജറേറ്ററൊക്കെ നമ്മൾ അതിന് ഇൻപുട്ട് വർക്ക് കൊടുക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ കംപ്രസറിലാണ്. അതായത് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്റർ ആകുമ്പോൾ നമുക്കറിയാം, അതിൽ നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്ന പവർ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യും, നമ്മൾ കംപ്രസറിലേക്ക് കൊടുക്കും. ആ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് എന്ത് ചെയ്യും, നമ്മുടെ കംപ്രസർ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ കംപ്രസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയേണ്ട കാര്യമാണ്. അതായത് കംപ്രസർ എന്ന് പറഞ്ഞാൽ എയർ കംപ്രസർ ആണല്ലേ, എയറിന് എന്ത് ചെയ്യണം, കംപ്രസ് ചെയ്യുന്ന ആ ഡിവൈസാണ് കംപ്രസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് എയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതുപോലത്തെ ഗ്യാസിനെ എന്ത് ചെയ്യുന്ന ഗ്യാസിനെ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് രൂപത്തിലുള്ള എന്തെങ്കിലും നമ്മൾ കംപ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഡിവൈസാണ് കംപ്രസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ ആകുമ്പോൾ നമ്മളവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഫ്രിജറൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് റെഫ്രിജറൻറ്റ് എന്ന് പറയാം അല്ലേ. എന്താണ് റെഫ്രിജറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡിവൈസിൽ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക VCRS സിസ്റ്റത്തിൽ നമ്മൾ ഒരു വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യുന്ന ഭാഗമാണ് റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത്. അതായത് ആ റെഫ്രിജറൻറ്റിൻ്റെ വ്യത്യസ്ത ഫോമുകൾ ഉണ്ടാകുന്ന സമയത്താണ് അത് എന്ത് ചെയ്യും, നമ്മൾ ആദ്യം കംപ്രസറിൽ വെച്ച് കംപ്രസ് ചെയ്യുകയും പിന്നീട് കണ്ടൻസറിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത അതിൻ്റെ ഫേസിലേക്ക് ചേഞ്ചസ് സംഭവിക്കും. അതനുസരിച്ചാണ് നമുക്കവിടെ ആ ഒരു ഇവാപ്പറേറ്ററിൻ്റെ ഭാഗത്ത് നമുക്ക് കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിലൊരു വർക്കിംഗ് മീഡിയമാണ് ഇതിൽ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗമാണ് നമ്മുടെ കംപ്രസർ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രിക്കൽ എനർജി രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും, കംപ്രസറിലേക്ക് നമ്മൾ വർക്ക് ഇൻപുട്ട് കൊടുക്കും. ശേഷം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിലൊരു റെഫ്രിജറൻറ്റ് യൂസ് ചെയ്യുന്നത്, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻസ് ആണ് R12 അല്ലെങ്കിൽ R11, R134A അങ്ങനെയുള്ള, അല്ലെങ്കിൽ NH3 അമോണിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ ടൈപ്പ് റെഫ്രിജറൻറ്റുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു റെഫ്രിജറൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ആ കംപ്രസറിൽ വെച്ച് എന്ത് ചെയ്യും, ആ റെഫ്രിജറൻറ്റിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് ഈ കംപ്രസറിൽ വെച്ച് നമ്മുടെ റെഫ്രിജറൻറ്റിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഇവാപ്പറേറ്ററിനാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കംപ്രസറിലേക്ക് ഈ ഒരു റെഫ്രിജറൻറ്റ് പാസ് ചെയ്ത് വരുന്നത്. സോ ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന ആ ലോ പ്രഷർ റെഫ്രിജറൻറ്റ് എന്തായി മാറാണ്, ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലേക്ക് മാറുകയാണ്. ഓക്കെ, മനസ്സിലാക്കണം, കംപ്രസറിൽ വെച്ച് നമ്മുടെ റെഫ്രിജറൻറ്റ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലേക്ക് മാറുകയാണ്. ഓക്കെ,
ശേഷം ആ കംപ്രസറിൽ നിന്ന് പിന്നെ പാസ് ചെയ്യുന്നത് എന്തൊക്കെ നോക്കിയാൽ മനസ്സിലാവും, കണ്ടൻസറിലേക്കാണ്. ഓക്കെ, കംപ്രസർ അതിനടുത്ത് വരുന്ന ഭാഗമാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടൻസർ എന്ന് പറയുമ്പോൾ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിന് എക്സാമ്പിൾ നമുക്ക് കണ്ടൻസർ പറയും. ഓക്കെ, കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. അതായത് നമുക്കറിയാം ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത് അതിനകത്ത് കൂടെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ലിക്വിഡ് പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഫ്ലോയിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ ഒരു തണുത്ത ലിക്വിഡോ അല്ലെങ്കിൽ എന്ത് ചെയ്യും ടെമ്പറേച്ചർ വ്യത്യാസമുള്ള ലിക്വിഡ് പാസ് ചെയ്യുന്നതായിരിക്കും, അവിടുന്ന് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസാണ് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കംപ്രസറിൽ വെച്ച് നമ്മൾ ആ റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മാറുന്നു, അത് ഒരു വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അത് വേപ്പറായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറുള്ള വേപ്പറായിട്ടാണത് കൺവേർട്ട് ആവുന്നത്. ആ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറുള്ള വേപ്പറാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ കണ്ടൻസറിലേക്ക് പിന്നീട് പാസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറുള്ള വേപ്പർ സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻ്റാണ് പിന്നെ നമ്മുടെ കണ്ടൻസറിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടൻസർ എന്ന് പറയുന്നത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. ആ ഹീറ്റ് എക്സ്ചേഞ്ചർ വെച്ച് എന്ത് ചെയ്യും, നമ്മുടെ റെഫ്രിജറൻറ്റിന് എന്ത് ചെയ്യും, ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായി മാറും, ആ റെഫ്രിജറൻറ്റ് വേപ്പർ റെഫ്രിജറൻറ്റ് എന്തായിട്ട് മാറും, അത് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയിട്ട് കൺവേർട്ട് ആവും. അതായത് ഇവിടേക്ക് വരുന്ന റെഫ്രിജറൻറ്റ് വേപ്പർ ആണെങ്കിൽ ഇവിടെ നിന്ന് എക്സിറ്റ് പോകുന്ന ആരായിരിക്കും, അത് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ ഈ ഒരു VCRS സിസ്റ്റത്തിൽ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന, ഹീറ്റിനെ പുറത്തേക്ക് റിജക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് കണ്ടൻസർ. അങ്ങനെ ആ ഒരു വേപ്പർ റെഫ്രിജറൻറ്റിലെ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുമ്പം ആ വേപ്പർ ലിക്വിഡായിട്ട് മാറുന്നു. ആ ലിക്വിഡാണ് പിന്നീട് സംഭവിക്കുന്നത്, നമ്മുടെ ഈ ഒരു എക്സ്പാൻഷൻ ഡിവൈസിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ലിക്വിഡാണ് നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എക്സ്പാൻഷൻ ഡിവൈസിൻ്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം. എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നമുക്കറിയാം കണ്ടൻസറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വേപ്പർ റെഫ്രിജറൻറ്റ് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കതിനെ സാച്ചുറേറ്റഡ് ലിക്വിഡ് എന്നാണ് പറയാം. ഓക്കെ, സാച്ചുറേറ്റഡ് ലിക്വിഡ് സൈഡിലേക്ക് ഇത് മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ കണ്ടൻസറിൽ നിന്ന് വരുന്ന ആ ഒരു ലിക്വിഡ് റെഫ്രിജറൻറ്റ് സാച്ചുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഇനി ഈ ഒരു സാച്ചുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യണം, നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്പാൻഷൻ പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ എക്സ്പാൻഡ് ആവുമെന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിൽ വരുന്ന ഈ ഒരു ലിക്വിഡ് റെഫ്രിജറൻറ്റ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യുകയാണ്, അതിന് എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ പ്രഷർ ഡിക്രീസ് ആവുകയാണ്. ഓക്കെ, എന്ത് ചെയ്യും, ഇവിടെ നിന്ന് വന്നിട്ട് ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ആയി മാറണം, അതിൻ്റെ പ്രഷർ കുറയും. സ്വാഭാവികമായിട്ടും ആ ഒരു സാച്ചുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ കുറയുന്ന സമയത്ത് എന്തായി മാറും, ആ ഒരു ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്തായി മാറും, ഒരു ടെമ്പറേച്ചർ കുറഞ്ഞ് ഒരു തണുത്ത അവസ്ഥയിലേക്ക് വരും. ഓക്കെ, അതായത് കംപ്രസറിൽ വെച്ച് നമ്മുടെ റെഫ്രിജറൻറ്റിനെ ഹൈ പ്രഷർ ടെമ്പറേച്ചറിലേക്ക് കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിന് എക്സിറ്റ് വരുന്നത് ഹൈ പ്രഷറിലും അതുപോലെ തന്നെ ടെമ്പറേച്ചറുള്ള വേപ്പർ റെഫ്രിജറൻ്റ് ആയിരിക്കും. ആ വേപ്പർ റെഫ്രിജറൻറ്റ് പിന്നീട് പാസ് ചെയ്യുന്നത് നമ്മുടെ കണ്ടൻസറിലൂടെയാണ്. അപ്പോൾ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. ആ ഹീറ്റ് എക്സ്ചേഞ്ചർ വെച്ച് എന്ത് ചെയ്യും, അല്ലെങ്കിൽ കണ്ടൻസറിൽ വെച്ച് നമ്മുടെ ആ വേപ്പർ റെഫ്രിജറൻറ്റിലെ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുമ്പം ആ വേപ്പർ റെഫ്രിജറൻറ്റ് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ അങ്ങനെയുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റ് പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻറ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ആ സാച്ചുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യാണ്, എക്സ്പാൻഷൻ ഡിവൈസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്പാൻഷൻ പ്രോസസ് നടക്കുകയും അതിലെ പ്രഷർ ഡിക്രീസ് ആവും. അതായത് നമ്മൾ ഈ ഒരു ഡയഗ്രം നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വർക്കിംഗ് സൈക്കിൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ വർക്ക് ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗമാണ് നമ്മുടെ കംപ്രസർ. ഇതിലേക്കാണ് നമ്മൾ വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ ഈ കണ്ടൻസർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈക്കിളിൽ ഹൈ പ്രഷർ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കണ്ടൻസറിലായിരിക്കും. ഓക്കെ, നമുക്കറിയാം ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറുള്ള വേപ്പർ റെഫ്രിജറൻ്റാണ് കണ്ടൻസറിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു റെഫ്രിജറേഷൻ സൈക്കിൾ ഹൈ പ്രഷർ സൈഡ് വരുന്ന നമ്മുടെ കണ്ടൻസറിൻ്റെ ഭാഗം, അതുപോലെ തന്നെ ലോ പ്രഷർ വരുന്ന നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇവിടെ ലോ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇവിടെ ഹൈ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു ഹൈ പ്രഷർ സാച്ചുറേറ്റഡ് ലിക്വിഡാണ് നമ്മുടെ ഈ ഒരു എക്സ്പാൻഷൻ ഡിവൈസിലേക്ക് വരുന്നത്. അവിടെ ചെന്ത് ചെയ്യും, എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ പ്രഷർ വീണ്ടും കുറയും. അതായത് ഈ വരുന്ന ഹൈ പ്രഷർ ലിക്വിഡ് എന്തായി മാറാണ്, എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് അത് ലോ പ്രഷറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവാപ്പറേറ്റർ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോ പ്രഷർ സൈഡാണ് നമ്മുടെ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു എക്സ്പാൻഷൻ ഡിവൈസിൽ നിന്നും വരുന്ന ആ ഒരു ഹൈ പ്രഷർ
അതായത് നമ്മൾ എക്സ്പാൻഷൻ ഡിവൈസിലേക്ക് വന്നത് ഹൈ പ്രഷർ സാച്ചുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണെങ്കിൽ എക്സ്പാൻഷൻ ഡിവൈസിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും, ഒരു ലോ പ്രഷർ റെഫ്രിജറൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും, ആ ഒരു റെഫ്രിജറൻ്റ് ടെമ്പറേച്ചർ എന്തായിരിക്കും, കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ നിന്ന് എക്സിറ്റ് വരുന്ന റെഫ്രിജറൻറ്റിൻ്റെ സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയിട്ട് റെഫ്രിജറൻറ്റിൻ്റെ പ്രഷറും കുറഞ്ഞുണ്ടായിരിക്കും. പ്രഷർ കുറയുന്നത് കാരണം അതിന് ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഈ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുള്ള റെഫ്രിജറൻ്റാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഈ ഇവാപ്പറേറ്ററിലൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുള്ള റെഫ്രിജറൻ്റാണ് പിന്നീട് ഇവാപ്പറേറ്ററിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റെഫ്രിജറേഷൻ സൈക്കിളിൽ കൂളിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഭാഗമാണ് ഈ ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ റെഫ്രിജറേഷൻ സൈക്കിളിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞു കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന ഭാഗമാണ്, എന്നാൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ ഇവാപ്പറേറ്റർ. അതായത് ഈ ഒരു നമ്മുടെ ഇപ്പോൾ ഒരു റെഫ്രിജറേറ്റർ ആണെങ്കിൽ നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ ആ ഒരു ഫ്രീസറിൻ്റെ ഭാഗത്തുണ്ടായിരിക്കാം. അതായത് ഇവാപ്പറേറ്റർ കോയിലുണ്ട്, ഇങ്ങനെ കുറേ നമ്മുടെ ഒരു കോയിലുണ്ടായിരിക്കും. ആ കോയിലിൻ്റെ മേലെ കൂടെ എന്ത് ചെയ്യും, നമ്മളൊരു ചിലപ്പോൾ ഒരു ബ്ലോവർ ഫാനൊക്കെ വെച്ച് എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ മേലെ കൂടെ നമ്മൾ എയറിനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ നിന്നുള്ള കൂളിംഗ് എഫക്റ്റ് എന്ത് ചെയ്യും, അതിന് ചുറ്റുമുള്ള ആ ഒരു ഇവാപ്പറേറ്ററിന് ചുറ്റുമുള്ള എന്ത് ചെയ്യും, എയറിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റിനെ അത് അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. അതിന് സറൗണ്ടിങ്ങുള്ള ഭാഗമൊക്കെ തണുക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു VCRS അല്ലെങ്കിൽ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ വർക്ക് ചെയ്യുന്നത്. ശേഷം എന്ത് ചെയ്യും, നമ്മുടെ ഇവാപ്പറേറ്ററിലൂടെ പാസ് ചെയ്യുന്ന റെഫ്രിജറൻ്റ് പാസ് ചെയ്യുന്ന എന്ത് ചെയ്യും, അതിൻ്റെ ചുറ്റും എന്തുണ്ടായിരിക്കും, നമ്മുടെ കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ അവിടെയുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ശേഷം എന്ത് ചെയ്യും, വീണ്ടും ആ ഒരു നമ്മുടെ റെഫ്രിജറൻ്റ് എന്ത് ചെയ്യും, വീണ്ടും നമ്മുടെ കംപ്രസറിലേക്ക് പാസ് ചെയ്യും. എന്ത് ചെയ്യും, ആ ഒരു പ്രോസസ്സിങ്ങനെ സൈക്കിളിക്കായിട്ട് നടക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു VCRSൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കംപ്രസറും കണ്ടൻസറും എക്സ്പാൻഷൻ ഡിവൈസും അതുപോലെ തന്നെ ഇവാപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫ്ലോ ഡയഗ്രാം ഓഫ് വർക്കിംഗ് ഓഫ് വേപ്പർ കംപ്രഷൻ സൈക്കിൾ. അപ്പം അതിൻ്റെ ഫ്ലോ ഡയഗ്രാം വെച്ച് നമ്മൾ ഇതിന് വർക്ക് ചെയ്യാൻ മനസ്സിലാക്കി. ഇനി വരുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വേപ്പർ കംപ്രഷൻ സൈക്കിൾ ഓൺ PH ആൻഡ് TS ഡയഗ്രാം. അപ്പോൾ എന്താണ്, ഇവിടെ രണ്ട് ഡയഗ്രാം നിങ്ങൾ തെർമലിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. തെർമോഡൈനാമിക്സിൽ PV ഡയഗ്രാം പഠിച്ചിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ TS ഡയഗ്രാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈക്കിളിൽ വരുന്ന PH ഡയഗ്രാം അതുപോലെ തന്നെ എന്താണ് TS ഡയഗ്രാമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കംപ്രസറിൻ്റെ ഫംഗ്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ കണ്ടൻസറിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിവിടെ ഉണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക, ഇനി വായിച്ചാൽ മനസ്സിലാവും. അതുപോലെ എക്സ്പാൻഷൻ വാൾവിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പാൻഷൻ വാൾവിൻ്റെ വേറൊരു പേരാണ് ത്രോട്ടിൽ വാൾവ് അല്ലെങ്കിൽ ത്രോട്ടിലിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് നോക്കുക, ത്രോട്ടിലിംഗ് ഡിവൈസ് അല്ലെങ്കിൽ ത്രോട്ടിൽ വാൾവ് എന്ന് എക്സ്പാൻഷൻ വാൾവിൻ്റെ വേറൊരു പേരാണ്. അതുപോലെ നമ്മൾ ഈ വാപ്പറിൻ്റെ ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ഈ ഒരു നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ ആ ഒരു വർക്ക് ചെയ്യാൻ ആദ്യം മനസ്സിലാക്കിയതിൻ്റെ ശേഷം ചെയ്യാൻ നോട്ട്സ് വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലായിക്കോളും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു VCRSലുള്ള TS ഡയഗ്രാം അതുപോലെ തന്നെ PH ഡയഗ്രാമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആ ഒരു വർക്കിംഗ് സൈക്കിളിലൂടെ നോക്കാം. നമ്മുടെ കംപ്രസർ ഇവിടെ കാണുന്നതായിരിക്കും. കംപ്രസറിലേക്ക് നമ്മൾ ഇൻപുട്ട് ഇല്ല വർക്കിംഗ് കൊടുക്കുന്ന ഭാഗമാണ് കംപ്രസർ. ഇവിടെ ഇതൊരു കണ്ടൻസറാണ്, അതായത് ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ ഈ കണ്ടൻസർ അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും, QH എന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഒരു എക്സ്പാൻഷൻ വാൾവ് ഉണ്ട്. അതുപോലെ എക്സ്പാൻഷൻ വാൾവിന് പിന്നെ ഇവാപ്പറേറ്റർ വരുന്നത് നമ്മുടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഭാഗം അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ഈ ഒരു TS ഡയഗ്രാം PH ഡയഗ്രാം നോക്കാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിച്ച് നോക്കണം ഈ ഡയഗ്രാം വരയ്ക്കാനുള്ളത്. നമുക്കത് വെച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുണ്ട്. ഫസ്റ്റ് നോക്കാം TS ഡയഗ്രാമാണ്. അപ്പോൾ ഇവിടെ TS ഡയഗ്രത്തിൽ നമുക്ക് ഇവിടെ നമ്മൾ ഡയഗ്രാം നോക്കുന്ന സമയത്ത് ഈ പ്രോസസ്സ് നോക്കുക, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ആണ്. അതായത് ഇങ്ങനെയാണ് നമ്മുടെ സൈക്കിൾ പോകുന്നത്. ഓക്കെ, 1 2 3 4 നോക്കുക, ഒരു ആൻറ്റി ക്ലോസ് ഡയറക്ഷനാണ് അവിടെ 1 2 3 4 കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം പ്രോസസ്സ് 1 to 2 അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന പ്രോസസ്സ് ഏതാണ്, ഇവിടെ നോക്കാം, ഇതാണ് പ്രോസസ്സ് 1 to 2 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കംപ്രഷനാണ്. ഓക്കെ, പ്രോസസ്സ് 1 to 2 എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ അഡിയാബറ്റിക് കംപ്രഷൻ പ്രോസസ്സാണ്. ഓക്കെ, ഇവിടെ ആദ്യം നോക്കണം, ഇത് TS ഡയഗ്രാം ഉണ്ട്, PH ഡയഗ്രാം ഉണ്ട്. നമ്മൾ ഈ രണ്ട് ഡയഗ്രാം ഒരുമിച്ച് നോക്കാം. അപ്പോൾ പ്രോസസ്സ് 1 to 2 പറയുമ്പോൾ നമുക്ക് ഇതാണ് പ്രോസസ്സ് 1 to 2 വരുന്നത് അല്ലേ, ഇവിടെ നീലയിൽ മാർക്ക് ചെയ്ത് പ്രോസസ്സ് 1 to 2 ആണ്. അപ്പോൾ നമുക്കറിയാം അത് കംപ്രഷൻ പ്രോസസ്സാണ്. എങ്ങനെ കംപ്രഷൻ പ്രോസസ്സ് ആയത്, നമുക്കറിയാം അത് കംപ്രസറിൽ വരുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് വരുന്നത് അല്ലേ. നമുക്കറിയാം ഫസ്റ്റത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ കംപ്രസറാണ്. അപ്പോൾ ഈ 1 to 2 എന്ന് പറയുമ്പോൾ അവിടെ കംപ്രഷനാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കംപ്രഷൻ്റെ പേരാണ് റിവേഴ്സിബിൾ അഡിയാബറ്റിക് കംപ്രഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെയാണ് റിവേഴ്സിബിൾ അഡിയാബറ്റിക് എന്ന് പറയാൻ കാരണം ഇത് നമ്മുടെ TS ഡയഗ്രാമാണ്. അത് നിങ്ങളൊക്കെ തെർമോഡൈനാമിക്സ് ഇതിൻ്റെ ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. TS ഡയഗ്രാം PV ഡയഗ്രാം പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ റിവേഴ്സിബിൾ അഡിയാബറ്റിക് ഐസോട്രോപിക് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഇത് S എന്ന് പറയുന്നത് എന്താണ്, T എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചറാണ്, S എന്ന് പറഞ്ഞാൽ എൻട്രോപ്പിയാണ്. അതുപോലെ P എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, H എന്ന് പറഞ്ഞാൽ എൻതാൽപ്പിയാണ്. ഓക്കെ, ഇത് പ്രഷർ എൻതാൽപ്പി ഡയഗ്രാം, ഇത് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. ഇവിടെ നോക്കുക,
നമ്മുടെ എക്സ് ആക്സിസിൽ ഇവിടെ എൻട്രോപ്പിയും ഇവിടെ എക്സ് ആക്സിസിൽ എൻതാൽപ്പിയുമാണ്. ഇവിടെ വൈ ആക്സിസിൽ ടെമ്പറേച്ചറും ഇവിടെ വൈ ആക്സിസിൽ പ്രഷറുമാണ്. ഇപ്പോൾ നമ്മൾ ഈ ലൈൻ ഫസ്റ്റ് നോക്കും, പ്രോസസ്സ് 1 to 2 നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, ഇതൊരു എൻട്രോപ്പി എന്നാണ് നമ്മുടെ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. എൻട്രോപ്പി കോൺസ്റ്റൻ്റ് കാരണം ഈ ലൈൻ വെർട്ടിക്കൽ ലൈനാണ്. സോ എന്താണ് അവിടെ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റും. സോ നമുക്ക് എന്താ പറയാം, ആ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ പേരാണ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അത് ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. ഓക്കെ, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് പറയുന്ന പേരാണ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഐസെൻട്രോപ്പിക് പ്രോസസ്സിൻ്റെ വേറൊരു പേരാണ് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ്. ഓക്കെ, റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ്. ഓക്കെ, റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സും അല്ലെങ്കിൽ ഈക്വൽ ടു ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. ഓക്കെ, റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, അത് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് 1 to 2 എന്ന് പറയുന്നത് എന്താണ്, റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. അതായത് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്സാണ്. മനസ്സിലാക്കണം, പ്രോസസ്സ് 1 to 2 പറയുമ്പോൾ കംപ്രസറിൽ വരുന്ന ഭാഗമാണ് പ്രോസസ്സാണ്. അപ്പോൾ 1 to 2 എന്താണ്, റിവേഴ്സിബിൾ അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടി എസ് ഡയഗ്രം ഉണ്ട്, നമ്മുടെ പി എച്ച് ഡയഗ്രം ഉണ്ട്. അപ്പോൾ പി എച്ച് ഡയഗ്രത്തിൽ നോക്കാം, നമ്മുടെ ഗ്രാഫ് അല്ലെങ്കിൽ നമ്മുടെ ലൈന് പോകുന്നത് ഇങ്ങനെയാണ് 1 to 2 എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ അതുപോലെ ഡബ്ല്യു ഇന്ന് കാണിച്ചതിൻ്റെ അർത്ഥം എന്താ നമുക്കറിയാം, നമ്മൾ കംപ്രസറിലേക്ക് നമ്മൾ ഇൻപുട്ട് വർക്ക് കൊടുക്കുന്ന ഭാഗമാണ് ഈ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലൈന് ഫസ്റ്റ് വരയ്ക്കുക, എന്താ ചെയ്യുക, ഡബ്ല്യു ഇന്നവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്കറിയാം പ്രോസസ്സ് 2 to 3 അല്ലേ. പ്രോസസ്സ് 2 to 3 എന്താണ് നമുക്കറിയാം, പ്രോസസ്സ് 2 to 3 എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിജക്ഷനാണ് വരുന്നത് അല്ലേ. പ്രോസസ്സ് 2 to 3 എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിജക്ഷനാണ്. നമുക്കറിയാം കണ്ടൻസറിൽ വെച്ച് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുകയാണല്ലേ. അവിടെ കാണിച്ചിട്ടുണ്ട് QH പുറത്തേക്ക് ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. അർത്ഥം എന്താണ്, ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുകയാണ് അല്ലേ, ഹീറ്റിനെ പുറത്തേക്ക് റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ 2 to 3 എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മുടെ ഈ ഒരു ടി എസ് ഡയഗ്രത്തിൽ കാണിച്ചുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പി എച്ച് ഡയഗ്രം ആകുമ്പോൾ ഇതാണ് നമ്മുടെ 2 to 3 എന്ന് പറഞ്ഞ പ്രോസസ്സ്, കണ്ടൻസേഷൻ്റെ ആ ഒരു എന്താ പറയുക ഹീറ്റ് റിജക്ഷൻ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഈ 2 to 3ൻ്റെ പേരാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സാണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നോക്കുക എങ്ങനെ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയാൻ കാരണം, ഇത് നോക്കുക, ഈ പ്രോസസ്സ് നോക്കുക, ഇത് സ്ട്രെയിറ്റ് ലൈനാണല്ലേ, അതായത് ഹൊറിസോണ്ടൽ ലൈനാണ്. നമുക്കറിയാം ഈ വൈ ആക്സിസിൽ പി ആണ്. അപ്പോൾ എന്താണ് പി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിൻ്റെ അർത്ഥം എന്താ, അത് പി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ 2 to 3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സാണ്. ഇനി അടുത്ത പ്രോസസ്സ് പറഞ്ഞാൽ 3 to 4 ആണ്. ഇത് 3, ഇത് 4. 3 to 4 പറഞ്ഞാൽ നമുക്കറിയാം എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ഓക്കെ, എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ടി എസ് ഡയഗ്രത്തിലാകുമ്പോൾ എക്സ്പാൻഷൻ പ്രോസസ്സ് നമുക്ക് ഈ ലൈൻ ഇങ്ങനെ ചെരിഞ്ഞ് താഴോട്ട് വരുന്നു. എന്നാൽ പി എച്ച് ഡയഗ്രം ആകുമ്പോൾ നമുക്ക് ഈ ലൈന് വെർട്ടിക്കലായിട്ട് താഴോട്ട് വരുന്നു. അതായത് ഇവിടെ ഈ ലൈൻ നോക്കുകയാണെങ്കിൽ നമുക്കത് എച്ച് അല്ലേ എൻതാൽപ്പി കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ഐസെൻതാൽപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. ഓക്കെ, എഴുതി വെക്കുക, ഐസെൻതാൽപ്പിക്, എൻതാൽപ്പി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഐസെൻതാൽപ്പിക്. ഓക്കെ, ഐസെൻതാൽപ്പിക് എക്സ്പാൻഷൻ ആണല്ലേ, നമുക്കറിയാം എക്സ്പാൻഡ് ചെയ്യാണ്. എൻതാൽപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ഓക്കെ, എച്ച് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് എൻതാൽപ്പി കോൺസ്റ്റൻ്റ് ആണല്ലേ. എച്ച് കോൺസ്റ്റൻ്റ് എൻതാൽപ്പി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അത് ഐസെൻതാൽപ്പി എന്ന് പറയാം. അപ്പോൾ ഐസെൻതാൽപ്പിക് എന്താണ് പ്രോസസ്സ്, എക്സ്പാൻഷനാണ്. അപ്പോൾ ഐസെൻതാൽപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സായി. ഓക്കെ, ഐസെൻതാൽപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സായി. ഓക്കെ, അപ്പോൾ നമ്മൾ 1 to 2 പറഞ്ഞു, 2 to 3 പറഞ്ഞു, 3 to 4 പറഞ്ഞു, ലാസ്റ്റ് വരുന്നതാണ് 4 to 1. ഓക്കെ, 4 to 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവാപ്പറേഷനാണ്. അതായത് നമുക്ക് നോക്കാം, 4 to 1 എന്ന് പറയുമ്പോൾ പി എച്ച് ഡയഗ്രം ആകുമ്പോൾ ഈ ലൈനാണ് 4 to 1. അതായത് നമുക്കിവിടെ പി ആണ് കോൺസ്റ്റൻറ്റ്. ഇവിടെ നോക്കുക, ഇവിടെ ഇത് 4 to 1 എന്താണ് ഈ പ്രോസസ്സാണ് നമ്മുടെ 4 to 1 വരുന്നത് നമ്മുടെ ടി എസ് ഡയഗ്രത്തിൽ. അതായത് കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അബ്സോർപ്ഷൻ പ്രോസസ്സാണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അബ്സോർപ്ഷൻ അല്ലെ, കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക, അബ്സോർപ്ഷൻ പ്രോസസ്സ്. ഓക്കെ, 4 to 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അബ്സോർപ്ഷൻ പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 പ്രോസസ്സ് പറഞ്ഞു. 1 to 2 എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, 1 to 2 എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് കംപ്രഷൻ. 2 to 3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ. 3 to 4 എന്ന് പറഞ്ഞാൽ ഐസെൻതാൽപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. 4 to 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അബ്സോർപ്ഷൻ പ്രോസസ്സ്. ഇപ്പോൾ ഈ 4 പ്രോസസ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ 4 പ്രോസസ്സിനെ നമ്മുടെ VCRSൽ വരുന്ന 4 പ്രോസസ്സിനെ കാണിക്കാനുള്ള ചാർട്ടാണ് നമ്മുടെ ഈ ഒരു ഡയഗ്രമാണ് പി എച്ച് ഡയഗ്രം, അതുപോലെ തന്നെ ടി എസ് ഡയഗ്രം എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, നമ്മളിവിടെ വർക്ക് ഇൻപുട്ട് ഡബ്ല്യുവിന് കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന QH കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന QL കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ
നിങ്ങൾ തെർമോഡൈനാമിക്സിൽ ഇങ്ങനെ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും, സ്റ്റീമിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ പ്രഷറും അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ഡയഗ്രാം വെച്ചാണ് നമുക്ക് ശരിക്കും ഇത് വരുന്നത്. അതായത് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് ആ പോയിൻ്റ് വരുന്നതാണ് നമുക്ക് ഈ ഒരു ഡയറക്റ്റിൽ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. അതായത് ഈ ഒരു ഭാഗത്ത് സാച്ചുറേറ്റഡ് ലിക്വിഡും ഇവിടെ സാച്ചുറേറ്റഡ് വേപ്പറായിരിക്കും വരിക. നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ വേപ്പറും ഇവിടെ ലിക്വിഡാണ് വരിക, അതിനിടയ്ക്ക് ലിക്വിഡ് പ്ലസ് വേപ്പർ വരും. ഓക്കെ, അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്റർ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ RIC എന്നൊക്കെ പറഞ്ഞാൽ തെർമോഡൈനാമിക്സിൻ്റെ അടുത്ത അപ്ലിക്കേഷനാണ് RIC. സോ നിങ്ങൾ തെർമോഡൈനാമിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ അറിയെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇതിലെ പല ടേംസും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പറയുമ്പോൾ ഐസെൻട്രോപ്പിക് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തെർമോഡൈനാമിക്സ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ആളുകൾക്ക് മാത്രമേ ഓർമ്മ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രീവിയസ് എന്താ പറയുക ഇതിൻ്റെ ബേസിക്സ് പറയാൻ സമയം അറിയില്ല, കാരണം കുറഞ്ഞ സമയമുള്ളൂ. കാരണം നമുക്ക് VCRSൻ്റെ വർക്കിങ്ങും അതുപോലെ തന്നെ നമുക്ക് PH ഡയഗ്രാം TS ഡയഗ്രാം അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഐസെൻട്രോപ്പിക് കംപ്രഷനാണ് കർവ് 1 to 2. അതുപോലെ കോൺസ്റ്റൻ്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ പ്രോസസ് ആണ്, അല്ലെങ്കിൽ കണ്ടൻസേഷൻ പ്രോസസ്. ഇതിൻ്റെ വേറെ പേരാണ് കണ്ടൻസേഷൻ അറ്റ് കോൺസ്റ്റൻ്റ് പ്രഷർ. അതുപോലെ ഐസെൻതാൽപ്പി എക്സ്പാൻഷൻ പ്രോസസ് ആണ്. അതുപോലെ ലാസ്റ്റ് വൺ ഐസോബാറിക് എന്ന് പറഞ്ഞാൽ ഐസോബാറിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അപ്പോൾ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ എന്താണ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്, അല്ലെങ്കിൽ ഐസോകോറിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയാണ്. ഐസോ തെർമൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഐസോബാറിക് ഹീറ്റ് അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഓരോ പോയിൻറ്റ്സ് നിങ്ങൾ വായിച്ച് നോക്കാം. അതായത് ഫസ്റ്റ് നോക്കാം. ഇനി ഞാൻ പറഞ്ഞ ഈ പോയിൻറ്റ്സ് വെച്ച് നമ്മൾ നേരത്തെ ഓൾറെഡി ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, VCRSൻ്റെ വർക്കിംഗ് പറഞ്ഞിട്ടുണ്ട്. അതായത് കംപ്രസറിൽ വെച്ച് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ശേഷം കണ്ടൻസറിൽ വെച്ച് എന്തിന് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്നു. ആ എന്തായിട്ട് മാറുന്നു, ആ ഒരു വേപ്പർ റെഫ്രിജറൻറ്റ് ലിക്വിഡായിട്ട് കൺവേർട്ട് ആവുന്നു അല്ലേ. അങ്ങനെ കാര്യം നമ്മൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുക, പ്രോസസ്സ് 1 to 2 നമുക്കറിയാം കംപ്രഷനാണ്, പിന്നെ 2 to 3 കണ്ടൻസേഷനും, 3 to 4 എക്സ്പാൻഷനും, അതുപോലെ 4 to 1 ഇവാപ്പറേഷനാണ്, അല്ലെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഭാഗമാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇങ്ങോട്ട് വരുന്ന സാച്ചുറേറ്റഡ് ലിക്വിഡും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാച്ചുറേറ്റഡ് വേപ്പറാണ്. നമുക്കറിയാം വേപ്പർ എന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ കംപ്രസറിൽ എന്തായിരിക്കും വേപ്പർ സ്റ്റേറ്റിലാണ് ഉണ്ടായിരിക്കുക അല്ലേ. പിന്നെ എന്താ ചെയ്യുന്നു, പിന്നെ എന്തായിട്ട് മാറുന്നു, കുറച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് പിന്നെ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറില്ല. ഏകദേശം ഇവിടുന്ന് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ആ റെഫ്രിജറൻറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തെർമോഡൈനാമിക്സ് അത്യാവശ്യം നല്ല ബേസ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2 ഡയഗ്രാം കൃത്യമായിട്ട് പഠിച്ചു നോക്കുക, TS ഡയഗ്രാം PH ഡയഗ്രാം. അതുപോലെ ഇനി ഓരോ പോയിൻറ്റ്സ് വായിച്ചു നോക്കാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഈ പോയിൻറ്റ്സ് ഒന്ന് വായിച്ച് നോക്കുക, 4 പ്രോസസ്സും വായിച്ച് നോക്കുക. അതുപോലെ നമുക്കിപ്പോൾ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ COP പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. COP എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഫ്രിജറേഷൻ സൈക്കിളിലൊക്കെ എഫിഷ്യൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു ടേമാണ് COP, അല്ലെങ്കിൽ കോഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഓക്കെ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ COP എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, നമ്മൾ ഓൾറെഡി COP നിങ്ങൾക്ക് അറിയാം. COP എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മളിങ്ങനെ എഴുതാം, COP ഈക്വൽ നമുക്ക് റെഫ്രിജറേഷൻ എഫക്റ്റ് ബൈ വർക്ക് ഡൺ ആണ് അല്ലേ. റെഫ്രിജറേഷൻ എഫക്റ്റ് ബൈ ഇൻപുട്ട് വർക്ക്, അല്ലെങ്കിൽ അങ്ങനെ പറയാം അല്ലേ, ഇൻപുട്ട് വർക്കാണ്. റെഫ്രിജറേഷൻ എഫക്റ്റ് ബൈ ഇൻപുട്ട് വർക്കാണ്. ഇവിടെ നോക്കുക, ഇവിടെ റെഫ്രിജറേഷൻ എഫക്റ്റ് ഉണ്ടാകുന്നത് എവിടെയാണ് നമുക്കറിയാം, ഇവിടെയാണ് റെഫ്രിജറേഷൻ എഫക്റ്റ് ഉണ്ടാകുന്നത് അല്ലേ. റെഫ്രിജറേഷൻ എഫക്റ്റ് ഉണ്ടാകുന്നത് ഇവിടെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഡയഗ്രത്തിലാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ റെഫ്രിജറേഷൻ എഫക്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ വർക്ക് ഇൻപുട്ട് എവിടെ കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്നത് ഇവിടെയാണ് വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ ഇത് ഉണ്ടായിരിക്കും COPൻ്റെ H1 minus H3 ഡിവൈഡ് ബൈ H2 minus H1. ഓക്കെ, അപ്പോൾ H1 minus H3 എന്ന് പറഞ്ഞാൽ അത് വരിക അവിടെ ശരിക്കും വരുന്ന COPൻ്റെ ഇക്വേഷൻ നമുക്ക് കേട്ടോ, ഞാൻ പറഞ്ഞു മാറിപ്പോയി. COP എന്ന് പറഞ്ഞാൽ എഴുതി വെക്കുക, COP ഈക്വൽ ടു നമുക്ക് വരിക റെഫ്രിജറേഷൻ എഫക്റ്റിൽ. ഇവിടെ നോക്കുക, നമുക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് റെഫ്രിജറേഷൻ എഫക്റ്റ് കിട്ടുന്നത്. അതുപോലെ നമ്മൾ വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടെയാണ്. അതായത് ഇവിടെ നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ 4ഉം നമുക്ക് ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അതായത് നമുക്ക് ഇത്രയും വരുന്നതാണ് നമ്മുടെ റെഫ്രിജറേഷൻ എഫക്റ്റ്. അതായത് നമുക്ക് H4 minus H1 എന്ന് പറയാം. H1 minus H4 എന്ന് പറയാം. കാരണം H1 ആണ് കൂടുതൽ അല്ലേ. എങ്ങനെ H1 കൂടുതൽ എന്ന് പറയാം, കാരണം ഇങ്ങോട്ട് പോകുന്തോറും H കൂടി വരികയാണ്. അതായത് H1 ആണ് കൂടുതൽ, H4 കുറവായിരിക്കും.
നമ്മളെങ്ങനെ റെഫ്രിജറേഷൻ എഫക്റ്റ് പറയാം? റെഫ്രിജറേഷൻ എഫക്റ്റ് നമ്മൾ പറയുന്നത് H1 മൈനസ് H4. ഓക്കെ, H1 മൈനസ് H4 എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഫ്രിജറേഷൻ എഫക്റ്റായി ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട്. നമുക്കറിയാം വർക്ക് ഇൻപുട്ട് എവിടെയാണ് അല്ലേ? ഇതാണ് നമ്മുടെ വർക്ക് ഇൻപുട്ട്. 1 to 2 ആണ് വർക്ക് ഇൻപുട്ട്. നമ്മൾ വർക്ക് ഇൻപുട്ട് എങ്ങനെ പറയാം? H2 മൈനസ് H1 എന്ന് പറയാം അല്ലേ? ഇത് H2, ഇത് H1. അപ്പോൾ H2 മൈനസ് H1 എന്ന് പറയാം. ഇതാണ് നമ്മുടെ ഈ ഒരു റെഫ്രിജറേഷൻ സൈക്കിളിൻ്റെ COP എന്ന് പറയുന്നത്. നമുക്കറിയാം COP എന്ന് പറഞ്ഞാൽ റെഫ്രിജറേഷൻ എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്കാണ്. അപ്പോൾ COP നമുക്ക് H1 മൈനസ് H4 ആണ് നമ്മുടെ റെഫ്രിജറേഷൻ എഫക്റ്റ്, H2 മൈനസ് H1 ആണ് നമ്മുടെ ഇൻപുട്ട് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ COP H1 മൈനസ് H4 ഡിവൈഡ് ബൈ H2 മൈനസ് H1 എന്ന് പറയാൻ പറ്റും. അതാണ് നമ്മുടെ രീതിയിലുള്ള ഇക്വേഷൻ വരുന്ന കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ട് COP എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പെർ സൈക്കിൾ ഡിവൈഡ് ബൈ വർക്ക് സപ്ലൈഡ് പെർ സൈക്കിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയാണ് നമ്മുടെ ആ ഒരു VCRSൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സിലബസിലുള്ള എന്താ പറയുക, ആ ഒരു ബേസിക് കോമ്പണൻസ് നമുക്കറിയാം. കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ ഡിവൈസ്, അതുപോലെ ഇവാപ്പറേറ്ററാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലോ ഡയഗ്രാം പഠിച്ചു. അതുപോലെ വേപ്പർ കംപ്രഷൻ സൈക്ലോൺ, pH ആൻഡ് TS ഡയഗ്രാമിലുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് അതിലുള്ള നമ്മുടെ എന്താ അടുത്ത ടോപ്പിക്ക് എക്സ്പ്രഷൻ ഫോർ റെഫ്രിജറേഷൻ എഫക്റ്റിൻ്റെ ആ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ പിന്നെ വർക്ക് ഡൺ വരുന്നുണ്ട്, പവർ റിക്വയർഡ് വരുന്നുണ്ട്. അതുപോലെ ഇനി ടൈപ്സ് ഓഫ് വേപ്പർ കംപ്രഷൻ സൈക്കിൾ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് അതിൻ്റെ മുന്നേ പഠിക്കാനുള്ള ഒരു കാര്യമാണ്, നമുക്ക് അടുത്തായിട്ട് പറയാനുള്ള ഭാഗമാണ് നമ്മുടെ എഫക്റ്റ് ഓഫ് സക്ഷൻ പ്രഷർ, എഫക്റ്റ് ഓഫ് ഡിസ്ചാർജ് പ്രഷർ, എഫക്റ്റ് ഓഫ് സൂപ്പർ ഹീറ്റിംഗ് ആൻഡ് അണ്ടർ കൂളിംഗ്. ഓക്കെ, ഈ ഒരു ഇതാണ് നമ്മുടെ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പ്രധാനമായിട്ടും വരുന്നത്. എഫക്റ്റ് ഓഫ് സക്ഷൻ പ്രഷറും എഫക്റ്റ് ഓഫ് ഡിസ്ചാർജ് പ്രഷറും അതുപോലെ എഫക്റ്റ് ഓഫ് സൂപ്പർ ഹീറ്റിംഗ് ആൻഡ് അണ്ടർ കൂളിംഗ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു നമ്മൾ ഓൾറെഡി റെഫ്രിജറേഷൻ എഫക്റ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. നമുക്ക് വർക്ക് ഡണ്ണും ഈ പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് ആ ഒരു ഭാഗത്തുള്ള പ്രോബ്ലം ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ അത് പറയുന്നില്ല, നമുക്ക് ആദ്യം ഇതിൻ്റെ തിയറി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റിന് വരാൻ പോകുന്നത് നമുക്ക് തൊട്ട് മുന്നേ പഠിച്ചുള്ള TS ഡയഗ്രം, pH ഡയഗ്രം വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് എഫക്റ്റ് ഓഫ് സെക്ഷൻ പ്രഷറും എഫക്റ്റ് ഓഫ് ഡിസ്ചാർജ് പ്രഷറും അതുപോലെ എഫക്റ്റ് ഓഫ് സൂപ്പർ ഹീറ്റിംഗ് ആൻഡ് അണ്ടർ കൂളിംഗ്. ഓക്കെ, നോക്കാം. 4 കാര്യങ്ങൾ പഠിക്കാനുണ്ട് പുതിയതായിട്ട്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുള്ള ആ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഓർക്കേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പഴയ റിവിഷണൽ എക്സാമിലൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഭാഗമാണ് ആ ഒരു എഫക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതാം. എഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ഡിഫറൻറ്റ് പാരാമീറ്റേഴ്സ് ഓൺ VCRS. ഓക്കെ, അപ്പോൾ VCRSലുള്ള ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് എക്സാമിലൊക്കെ നമുക്ക് മാക്സിമം 7 മാർക്കിനൊക്കെ ചോദിച്ചിരുന്ന ഭാഗങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇനി ഉള്ള എക്സാമിന് ചിലപ്പോൾ 3 മാർക്കിനോ അല്ലെങ്കിൽ നമുക്ക് 7 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കിക്കോണം. ഈ കാര്യം നമ്മൾ പഠിക്കുന്നത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുള്ള ആ ഒരു TS ഡയഗ്രം അതുപോലെ തന്നെ pH ഡയഗ്രം വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഡയഗ്രത്തിൻ്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് പറയാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ വേരിയേഷൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ വാരി ചെയ്യാൻ പോകുന്നത് ബൈ എഴുതി വെക്കുക, ബൈ ഡിക്രീസിങ് ഇവാപ്പറേറ്റർ പ്രഷർ. ഓക്കെ, ബൈ ഡിക്രീസിങ് ഇവാപ്പറേറ്റർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ വന്ന് എഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ഡിഫറൻറ്റ് പാരാമീറ്റേഴ്സ് ഓൺ VCRS ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയാൻ പോകുന്ന പാരാമീറ്ററിൻ്റെ നമ്മൾ വാരി ചെയ്യാൻ പോകുന്ന പാരാമീറ്റർ ബൈ ഡിക്രീസിങ് ഇവാപ്പറേറ്റർ പ്രഷർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവാപ്പറേറ്റർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ആ ഒരു സൈക്കിൾ സംഭവിക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ആ 2 ഡയഗ്രാം നമ്മൾ ഓർത്ത് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു TS ഡയഗ്രാം വരയ്ക്കാം. TS ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഞാൻ വരയ്ക്കുന്നത് മനസ്സിലാക്കി വരയ്ക്കാം. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മല പോലെ വരയ്ക്കാം. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഒരു മെത്തേഡ് പഠിച്ചു വെക്കാം. ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന ഭാഗം ഞാൻ കളറ് മാറ്റി വരയ്ക്കാം. ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കറിയുന്നതാണ് പ്രോസസ്സ് 1 ഇത് 2 ഇത് 3 ഇത് 4 ആണ്. നമുക്കറിയാം ഈ പ്രോസസ്സിൽ ഇവിടെയാണ് നമ്മുടെ വർക്ക് ഇൻപുട്ട് വരിക അല്ലേ? വർക്ക് ഇൻപുട്ട് വരുന്നത് ഇവിടെയാണ്. ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന ഭാഗം ഇവിടെയാണ്. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഭാഗം ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം നമുക്ക് ബേസിക്കായിട്ട് അറിയുന്നതാണ്. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക.
വർക്ക് ഇൻപുട്ടും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക, ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യണം. വർക്ക് ഇൻപുട്ടും അതുപോലെ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന ഭാഗം, ഹീറ്റിനെ അതുപോലെ തന്നെ അബ്സോർബ് ചെയ്യുന്ന ഭാഗം, ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന ഭാഗം. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ pH ഡയഗ്രാം വരയ്ക്കാം. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം ഇങ്ങനെയുള്ളത് വരയ്ക്കുക. ഓക്കെ, ശേഷം അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയഗ്രായി. ഇത് നമ്മുടെ pH ഡയഗ്രായി. ഇവിടെ പ്രോസസ്സ് 1, ഇത് 2, ഇത് 3, ഇത് 4. നമുക്കറിയാം ഇവിടെയാണ് വർക്ക് ഇൻപുട്ട് വരിക. നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെയാണ് വർക്ക് ഇൻപുട്ട്, ഇവിടെയാണ് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്നത്, ഇവിടെയാണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് അല്ലേ. അത് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ TS ഡയഗ്രാം pH ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റ് പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞു, നമ്മുടെ എന്താണ് ബൈ ഡിക്രീസിങ് ഇവാപ്പറേറ്റർ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവാപ്പറേറ്റർ പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ. ഇതാണ് നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെ ഭാഗം, എല്ലാവർക്കും മനസ്സിലായതാണ്. ഇവിടെയാണ് നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെ ഭാഗം വരുന്നത് അല്ലേ. ആ പ്രഷർ എന്ത് ചെയ്യണം, നമ്മൾ ഡിക്രീസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആ പ്രഷർ നമ്മൾ ഡിക്രീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഈ ഡയഗ്രം നോക്കുമ്പോൾ ഈ ഇവാപ്പറേറ്റർ പ്രഷർ പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു കോൺസ്റ്റൻറ്റ് പ്രഷറാണ് അല്ലേ, ഈ ഒരു പോയിന്റിലുള്ളത്. അപ്പോൾ ഡിക്രീസ് ചെയ്യാന്ന് പറയുന്നത് എന്തായിരിക്കും, താഴേക്ക് വരണം. അതായത് ഇത് താഴേക്ക് വരും, ഈ ലൈന് താഴേക്ക് വരും. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആ പ്രഷർ ഇപ്പോൾ മേലെ ഉള്ളത്, അത് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, അത് ഡിക്രീസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഡിക്രീസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ പോയിന്റ് താഴേക്ക് വന്നാലും എന്താവുള്ളൂ, നമുക്ക് ഡിക്രീസ് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഞാൻ ഇവിടെ മാറ്റി വരയ്ക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഡോട്ടർ ലൈൻസാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡയഗ്രാം പിന്നീട് ഇങ്ങനെയായിട്ട് മാറും. അതായത് ഈ 1 എന്നുള്ള പോയിൻ്റ് ഇവിടേക്ക് 1' വരും, ഈ 4 എന്നുള്ള പോയിൻ്റ് ഇവിടേക്ക് 4' വരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ ചിലപ്പോൾ എന്താണ് പെട്ടെന്ന് നമുക്ക് കാര്യം മനസ്സിലാവില്ല. നോക്കാം, ഇവിടെ ഉണ്ടായിരുന്ന ഇവാപ്പറേറ്റർ പ്രഷർ നമ്മൾ താഴേക്ക് മാറ്റി കുറച്ച് വരച്ചു. അതായത് നമ്മൾ കുറച്ച് വരച്ചു എന്ന് പറയുന്ന ഉദ്ദേശം എന്താണ്, ആ ഇവാപ്പറേറ്റർ പ്രഷർ അവിടെ കുറച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിൻ്റ് 1' വന്നു, 4' വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്ത് മാറ്റം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെയാണ് നമ്മുടെ വർക്ക് ഇൻപുട്ട് വരുന്ന ഭാഗം അല്ലേ. ഇവിടെ നോക്കുക, ആദ്യം ഉണ്ടായിരുന്ന വർക്ക് ഇൻപുട്ട് ഇത്ര ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് ശരിക്കും ഇവിടെ നോക്കുക, നമ്മൾ ഡയഗ്രാം വെച്ച് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഡയഗ്രാം വെച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഈ ഡയഗ്രത്തിൽ ഉണ്ടാകുന്ന വലിപ്പ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ആ വലിപ്പ വ്യത്യാസങ്ങൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ, അതിലുള്ള ആ ഒരു തിയററ്റിക്കലുള്ള നോളജ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ ആയിരുന്നു നമ്മുടെ വർക്ക് ഇൻപുട്ട്. അപ്പോൾ നമുക്കറിയാം ആദ്യം ഉണ്ടായിരുന്ന വർക്ക് ഇൻപുട്ടിൻ്റെ ലെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഡയഗ്രാം വെച്ച് മനസ്സിലാക്കുക പറഞ്ഞാൽ അതിൻ്റെ വലിപ്പ വ്യത്യാസം വെച്ച് മനസ്സിലാക്കുക. അതായത് ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ ആ ഒരു വർക്ക് ഇൻപുട്ടിൻ്റെ ലെങ്ത്ത് പറഞ്ഞാൽ വെറും ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഞാൻ കാണിച്ച് നോക്കാം, ഇത്ര ഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്, ആ വർക്ക് ഇൻപുട്ടിൻ്റെ ഭാഗം ഇത്രയും ലെങ്ത്ത് കൂടി. ലെങ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും ഇത് ലെങ്ത്ത് അല്ല ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ വ്യത്യാസം മനസ്സിലാക്കുക കേട്ടോ. അതായത് വർക്ക് ഇൻപുട്ട് ഇത്രയും കൂടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. അതായത് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിലേക്കുള്ള വർക്ക് കൂടി അല്ലേ. എന്ത് ചെയ്തു, വർക്ക് കൂടി. ഇവാപ്പറേറ്റർ പ്രഷർ കുറച്ചപ്പോൾ എന്തുണ്ടായി, വർക്ക് കൂടി. അവിടെ നോട്ട് ചെയ്ത് നോക്കുക, എന്തുണ്ടായി, വർക്ക് ഇൻപുട്ട് എന്ത് സംഭവിച്ചു, വർക്ക് ഇൻപുട്ട് കൂടി. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നോക്കാം ആദ്യം ഉണ്ടായിരുന്ന റെഫ്രിജറേഷൻ എഫക്റ്റ് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വരുന്ന ഭാഗമാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് അല്ലേ. ഈ ലൈനാണ് നമുക്ക് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിൻ്റെ ഭാഗം വരുന്നത്. ഇനി ഇവിടെ നോക്കാം എന്ത് മാറ്റം ഉണ്ടായത് അല്ലേ, എന്ത് മാറ്റം ഉണ്ടായത് നോക്കുക. ഇവിടെ 4 ഇവിടുത്തെ താഴേക്ക് 4' വന്നു അല്ലേ. ഈ 4' താഴെ എത്തിയിട്ട് എന്ത് മാറ്റം ഉണ്ടായത്, നമ്മുടെ ഇത്രയോ ഉണ്ടായിരുന്ന റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്തായി, ഇത്രയായിട്ട് മാറി. അതായത് ആദ്യം ഇത്ര ഉണ്ടായിരുന്നു, അത് പിന്നെ ഇത്രയായിട്ട് മാറി. എന്താ സംഭവിച്ചത്, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ത് സംഭവിച്ചു, കുറഞ്ഞു. പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഒരു അവിടെയുള്ള വലിപ്പ വ്യത്യാസം വെച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പോയിൻ്റ് ഉൾക്കൊള്ളാം. ഓക്കെ, അതായത് 4:1 എന്ന് പറഞ്ഞ ലൈൻ ആദ്യം എത്ര ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്തായി മാറി, ആ ലൈൻ ഇത്രയായിട്ട് മാറി. അർത്ഥം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിൽ എന്ത് വ്യത്യാസം വന്നു, അത് കുറഞ്ഞു. ഓക്കെ, പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി വെക്കുക, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കുറഞ്ഞു അല്ലേ. കുറഞ്ഞു പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് താഴേക്ക് കാണിക്കാം. ഓക്കെ, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവാപ്പറേറ്റർ പ്രഷർ അല്ലേ, ഇവാപ്പറേറ്റർ പ്രഷർ
കുറച്ച് ഡിക്രീസ് ചെയ്തപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? വർക്ക് ഇൻപുട്ട് കൂടി, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കുറഞ്ഞു. നമ്മൾ പഠിച്ചിട്ടുണ്ട് COP എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ആണ്, അല്ലെങ്കിൽ വർക്ക് ഇൻപുട്ടാണ്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കുക. ഇനി നമ്മുടെ വർക്ക് ഇൻപുട്ട് കൂടി, താഴെയുള്ള ആൾ കൂടി, അതുപോലെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കുറഞ്ഞു. എന്താ സംഭവിക്കുക? താഴെയുള്ള ആൾ കൂടി, മേലുള്ള ആൾ കുറഞ്ഞു. എന്താ സംഭവിക്കുക? COP എന്ത് ചെയ്യും? COP ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇവിടെയുള്ള വാല്യൂ കൂടിയിട്ട് ഇവിടെയുള്ള വാല്യൂ കുറഞ്ഞ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള ടോട്ടൽ വാല്യൂ എന്തായി? അത് കുറയാണ് സംഭവിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? COP ഡിക്രീസ് ചെയ്തു. ഓക്കെ, പറഞ്ഞ് മനസ്സിലാക്കി വിചാരിക്കുന്നു. COP ഡിക്രീസ് ചെയ്തു. അതുപോലെ നോക്കുക, ഇവിടെ വേറെ എന്ത് വ്യത്യാസം ഉണ്ടായത്? നമ്മൾ പറഞ്ഞു വർക്ക് ഇൻപുട്ട് ഇത്രയും കൂടി, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഇത്രയും കുറഞ്ഞു. ഇനി നോക്കുക, ഇത് നമ്മുടെ കണ്ടൻസർ പ്രഷറാണ്. ഓക്കെ, ഇത് നമ്മുടെ കണ്ടൻസറിൻ്റെ ഭാഗമാണ്, അല്ലെ? കണ്ടൻസറിൻ്റെ വർക്കിംഗ് വരുന്ന ഭാഗം ഇവിടെയാണ്. നമുക്കറിയാം ഇവിടെ നിന്നാണ് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. നോക്കിയാൽ മനസ്സിലാവില്ല, നമ്മുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം വന്നില്ല. അപ്പോൾ എന്താണ്? QR എന്താണ്? ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന ഭാഗം എന്താണ്? അത് സെയിം തന്നെയാണ്. ഓക്കെ, ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന ഭാഗം സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ COP കുറഞ്ഞു. എങ്ങനെ കുറഞ്ഞത്? റെഫ്രിജറേറ്റിംഗ് എഫക്റ്റും കുറഞ്ഞു, നമ്മുടെ കംപ്രസറിൻ്റെ വർക്ക് കൂടുകയും ചെയ്തു, അല്ലെങ്കിൽ ഇൻപുട്ട് വർക്ക് കൂടുകയും ചെയ്തു. എന്ത് സംഭവിച്ചു? നമ്മുടെ COP കുറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം നമ്മുടെ ഇവാപ്പറേറ്റർ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് കാര്യം പഠിച്ചു. ഇത് ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നു. കാരണം ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബെനിഫിറ്റാണ്. ഒരു തവണ കേട്ട് മനസ്സിലായെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വരച്ച് തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വരച്ച് തന്നെ പോയിൻറ്റ്സ് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും പോയിൻറ്റ്സ് ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് ഇതുപോലെ അടുത്തൊരു പാരാമീറ്ററാണ് നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത്. അടുത്ത പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ഓഫ് വേരിയേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന അടുത്തൊരു പാരാമീറ്ററാണ്. നമ്മൾ കണ്ടൻസർ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്താണ് ബൈ, എഴുതി വെക്കുക കേട്ടോ, ബൈ ഇൻക്രീസിങ് കണ്ടൻസർ പ്രഷർ. കണ്ടൻസറിലെ പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ പോകണം. ഓക്കെ, നിങ്ങൾ എഴുതി വെക്കണം, ബൈ ഇൻക്രീസിങ് കണ്ടൻസർ പ്രഷർ. ഓക്കെ, വീണ്ടും ഞാൻ ആ ഡയഗ്രം വീണ്ടും വരയ്ക്കാൻ പോകണം. ഇവിടെ pH ഡയഗ്രം മാത്രം വരയ്ക്കുകയാണ്. pH പ്രഷറും എന്തായാലും ഇപ്പോൾ ഡയഗ്രമാണ് pH ഡയഗ്രം. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഒരു ആർച്ച് പോലെ നമ്മൾ വരയ്ക്കുക. ശേഷം നേരത്തെ വരച്ച പോലെ ലൈൻസ് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഓക്കെ, ഇവിടെ 1, ഇത് 2, ഇത് 3, ഇത് 4 ആണ്. നമ്മൾ ജസ്റ്റ് pH ഡയഗ്രം മാത്രം വരയ്ക്കുന്നത് നോക്കാം. നമ്മളെന്താ പറഞ്ഞത്? ബൈ ഇൻക്രീസിങ് കണ്ടൻസർ പ്രഷറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടൻസറിൻ്റെ പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് കംപ്രസർ, ഇത് കണ്ടൻസർ, ഇത് എക്സ്പാൻഷൻ വാൾവ്, ഇത് ഇവാപ്പറേറ്റർ. ആ കാര്യം നമുക്കറിയുന്നതാണ്. അതിനകത്തൊരു മനസ്സിലാക്കി വെക്കുക വീണ്ടും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? കണ്ടൻസർ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ പോകണം. അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ കണ്ടൻസർ പ്രഷർ ഇതാണ് കണ്ടൻസർ പ്രഷറിൻ്റെ ലൈന്, അല്ലേ? ഈ ലൈന് ഇത്രയേ ഉള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ ഈ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? ഈ ലൈന് മേലേക്ക് വരണം, അതായത് ഈ ലൈൻ ഇങ്ങനെ മേലേക്ക് വരണം. അപ്പോഴാണ് നമുക്ക് ഇൻക്രീസ് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ബൈ ഇൻക്രീസിങ് കണ്ടൻസർ പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ലൈന് നമുക്ക് മേലേക്ക് വരണം. ഓക്കെ, അതായത് നമ്മൾ ലൈന് മേലേക്ക് വരിക എന്ന് പറയാൻ എങ്ങനെയാണ് വരിക നോക്കുക കേട്ടോ. അതായത് ഇവിടെ ഈ ലൈൻ ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. പ്ലസ് എന്ത് ചെയ്യണം? ഈ ലൈന് ഇങ്ങനെ വരണം. അതായത് ഇവിടെ ഈ ഒരു പോയിന്റിൽ അവസാനിക്കണം. അത് ഈ ഒരു ആർച്ചിൽ എന്ത് ചെയ്യണം? ആ ലൈന് ചെന്ന് അവസാനിക്കണം. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യും? താഴേക്കുള്ള ലൈന് ഇങ്ങനെ വരും. അതായത് ഇവിടെ എങ്ങനെ വരിക? ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 2' വരും, ഇത് 3' വരും, ഇവിടെ 4' വരും. ഓക്കെ, കണ്ടൻസർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. 3 കാര്യങ്ങൾ 2', 3', 4' മാർക്ക് ചെയ്ത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഞാൻ വരച്ച പോലെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇനി നേരത്തെ പഠിച്ച പോലെ നിങ്ങൾ ഓർത്ത് നോക്കും. ഇവിടെ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 10 സെക്കൻഡ്. ഈ ഡയഗ്രം തന്നെ കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഇവിടെ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത്, അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. നമുക്കറിയാം ഇവിടെ
ഇതാണ് നമ്മുടെ ഇൻപുട്ട് വർക്ക് അല്ലെങ്കിൽ കംപ്രസറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, എന്ത് സംഭവിച്ചു? ആദ്യം ഉണ്ടായിരുന്ന കംപ്രസർ വർക്ക് വെറും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് എത്രയായിട്ട് മാറി? ഇത്രയായിട്ട് മാറി. അതിൻ്റെ അർത്ഥം കംപ്രസർ വർക്ക് എന്താണ്? അത് ഇൻക്രീസ് ചെയ്തു. അല്ലെങ്കിൽ കംപ്രസർ വർക്ക് അല്ലെങ്കിൽ ഇൻപുട്ട് വർക്ക് എന്താണ്? അത് ഇൻക്രീസ് ചെയ്തെന്ന് മനസ്സിലാവും. നമുക്ക് ഒറ്റ ഓട്ടത്തിൽ മനസ്സിലാവും. അല്ല, ഇൻക്രീസ് ചെയ്യുന്ന കാര്യം നമുക്ക് ഒറ്റ ഓട്ടത്തിൽ മനസ്സിലാവും. അതുപോലെ ഇവിടെ നോക്കുക, 2 to 3 എന്താണ്? ആദ്യം ഇത്ര ഉണ്ടായിരുന്നു. അതുപോലെ അതിപ്പോൾ 2-3 പറയുമ്പോൾ ഇത്ര ഐറ്റം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? ഒരുപോലെ ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് നീങ്ങിയ പോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നീങ്ങി. അപ്പോൾ നമുക്ക് കറക്റ്റ് അത് എന്താണ് കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞതാണോ എന്ന് പറയാൻ കഴിയില്ല അല്ലേ. കനോട്ട് സേ ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഈ ഒരു ലൈനും ഈ ഒരു ലൈനും. അപ്പോൾ ഞാൻ വരച്ച് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് കൂടുതലാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ചിലപ്പോൾ എന്താണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് എന്താണ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന കാര്യം, ഇത് ശരിക്കും നമുക്ക് ഇൻക്രീസ് ചെയ്തുവെന്നോ ഡിക്രീസ് ചെയ്തെന്നോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇതിൻ്റെ കാര്യം ഓക്കെയാണ് അല്ലേ. കംപ്രസർ വർക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാം അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇവിടെ നിന്നുള്ള വ്യത്യാസമല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഉറപ്പിച്ച് പറയാം ഇൻക്രീസ് ചെയ്യുന്നു പറയാം. എന്നാൽ 2 to 3 എന്നുള്ളത് 2-3 ആയിട്ട് മാറിയപ്പം അവിടെ നമുക്ക് കറക്റ്റ് പറയാൻ കഴിയില്ല അത് ഇൻക്രീസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിക്രീസ് ആണോ ഉള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്രസർ വർക്ക് അല്ലേ. കംപ്രസർ വർക്ക് ഇൻക്രീസ് ചെയ്തു. അതുപോലെ ഹീറ്റ് റിജക്ഷൻ എന്താണ്? ഹീറ്റ് റിജക്ഷൻ നമുക്ക് കനോട്ട് സേ എഴുതി വെക്കണം. കനോട്ട് സേ ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. കനോട്ട് സേ ഇൻക്രീസസ് ഓർ ഡിക്രീസ്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഇൻക്രീസ് ചെയ്തെന്നോ ഡിക്രീസ് ചെയ്തെന്നോ. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. അടുത്താണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നോക്കാം, ആദ്യം ഉണ്ടായിരുന്ന റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് നോക്കാം. ഇത്രയായിരുന്നു 1 to 4. ഇപ്പോൾ എന്തായി മാറിയിട്ടുണ്ട്? 1 to 4 വരുമ്പോൾ എത്രയായിട്ട് മാറി അല്ലേ. നമുക്കറിയാം എന്താണ് നമ്മുടെ 1 to 4 കൂടുതലാണ്, 1 to 4 കുറവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്തായിട്ട് മാറി? അത് കുറയുന്നുണ്ട്. ഓക്കെ, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കുറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവിക്കുക? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ COP നമുക്കറിയാം എന്താണ്? റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ബൈ വർക്ക് ഇൻപുട്ടാണ് അല്ലെങ്കിൽ കംപ്രസർ വർക്കാണ് അല്ലേ. വർക്ക് ഇൻപുട്ടാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കുറഞ്ഞു, കംപ്രസർ വർക്ക് കൂടി. നേരത്തെ അതേപോലെ തന്നെ അല്ലേ, മേലെ കുറഞ്ഞു താഴെ കൂടി. ഇതിനകത്ത് എന്താണ്? COP വീണ്ടും എന്ത് ചെയ്യും? ഇവിടെയും COP ഡിക്രീസ് ആവും. ഓക്കെ, ഇവിടെയും COP ഡിക്രീസ് ആവും. ഓക്കെ, അപ്പം ഓർത്ത് വെക്കേണ്ട പ്രധാന പോയിൻറ്റ്സ് കംപ്രസർ വർക്ക് കൂടി, ഹീറ്റ് റിജക്ഷൻ നമുക്ക് കുറഞ്ഞെന്നോ കൂടിയെന്നോ പറയാൻ കഴിയില്ല. പക്ഷേ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കുറഞ്ഞെന്ന് പറയാം. ഓക്കെ, അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? COP നമുക്ക് ഡിക്രീസ് ചെയ്തെന്ന് പറയാൻ പറ്റും. ഓക്കെ, പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ്, അപ്പോൾ നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ബൈ ഇൻക്രീസിങ് കണ്ടൻസർ പ്രഷറും പറഞ്ഞു, ബൈ ഡിക്രീസിങ് ഇവാപ്പറേറ്റർ പ്രഷറും പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതാണ് തേർഡ് വണ്ണ്, സൂപ്പർ ഹീറ്റിംഗ് വിത്തിൻ ദ ഇവാപ്പറേറ്റർ. ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാം. ഞാൻ വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ TS ഡയഗ്രമാണ്. ഓക്കെ, ഇവിടെ TS ഡയഗ്രമാണ് വരയ്ക്കാൻ പോകുന്നത്. ടെമ്പറേച്ചറും എൻട്രോപ്പി. ഇപ്പോൾ TS ഡയഗ്രാം നമുക്കറിയാം. നമ്മൾ ആദ്യം ആ ഒരു കർവ് പോലെ വരയ്ക്കും. ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ കാണിക്കേണ്ടത് ഇങ്ങനൊരു ലൈന്, ഇങ്ങനൊരു ലൈന്, ഇങ്ങനൊരു ലൈന്, ഇങ്ങനെ ലൈന്, ഇങ്ങനെ ലൈൻ. ഇതാണ് നമ്മുടെ ആ TS ഡയഗ്രാം വരിക. 1 2 3 4. ഓക്കെ, ഞാൻ പറഞ്ഞു എന്താണ്? സൂപ്പർ ഹീറ്റിംഗ് ആണ്. അടുത്താണ് സൂപ്പർ ഹീറ്റിംഗ് വിത്തിൻ ദ ഇവാപ്പറേറ്റർ. എന്ത് ചെയ്യുന്നു? ഇവാപ്പറേറ്ററിൽ വെച്ച് സൂപ്പർ ഹീറ്റിംഗ് ചെയ്യുന്നു. ഓക്കെ, സൂപ്പർ ഹീറ്റിംഗ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെയാണ് ഇവാപ്പറേറ്ററിൻ്റെ വർക്കിംഗ് വരുന്നത് അല്ലേ. നമ്മൾ ഞാൻ സൂപ്പർ ഹീറ്റിംഗ് ചെയ്യുന്നത് പറയുമ്പോൾ നമ്മുടെ ഡയഗ്രത്തിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. നമ്മുടെ ഡയഗ്രാം ഇങ്ങനെയായിട്ട് മാറും. ഓക്കെ, ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ ഡയഗ്രാം ഇഷ്ടപ്പെട്ട് ചെറിയൊരു മാറ്റം വരുത്തണം. നമ്മുടെ ഡയഗ്രാം ഫസ്റ്റ് ഉണ്ടാകുന്ന നമ്മുടെ ഡയഗ്രാം ഈ ഒരു ഷേപ്പിലായിരിക്കും. പിന്നെ എന്ത് ചെയ്യണം? സൂപ്പർ ഹീറ്റ് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസം നോക്കുക. ഇവിടെ ലൈൻ ഇങ്ങനെ പാരലായിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ കൂടും. ഇതാണ് നമ്മുടെ സൂപ്പർ ഹീറ്റിംഗ് വിത്തിൻ ഇവാപ്പറേറ്റർ. ഓക്കെ,
ഇതാണ് പോയിൻ്റ് 1, ഇത് 1 ആയിട്ട് മാറും, ഇത് പോയിൻ്റ് 2 ആണ്, ഇത് 2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ സൂപ്പർ ഹീറ്റിംഗ് വിത്തിൻ ദ ഇവാപ്പറേറ്ററാണ്. ഓക്കെ, നോക്കാം ഇവിടെ എന്തൊക്കെ മാറ്റമുണ്ടായി നോക്കാം. അപ്പോൾ ഇവാപ്പറേറ്റർ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, സൂപ്പർ ഹീറ്റിംഗ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കംപ്രസർ വർക്ക്. ഓക്കെ, കംപ്രസർ വർക്ക് നമുക്ക് എന്താണ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്തായിരിക്കും കംപ്രസർ വർക്ക്, ഈ ലൈനിങ് മേലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും കംപ്രസർ വർക്ക് അങ്ങോട്ട് കൂടുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്രസർ വർക്ക് അല്ലെങ്കിൽ ഇൻപുട്ട് വർക്ക് കൂടിയിട്ടുണ്ടായിരിക്കും. അതുപോലെ നോക്കുക, നമുക്കറിയാം ഇത്രയായിരുന്നു റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആദ്യം ഉണ്ടായിരുന്നു, എന്നാൽ അതിപ്പോൾ ഇത്രയായിട്ട് മാറി. അതിനർത്ഥം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റും കൂടിയുണ്ടായിരിക്കും. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റും കൂടിയുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം നേരത്തെ പഠിച്ച പോലെ തന്നെ COP എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ബൈ കംപ്രസർ വർക്ക് അല്ലെങ്കിൽ ഇൻപുട്ട് വർക്കാണ്. ഇവിടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടി, കംപ്രസർ വർക്കും കൂടി അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, COP കൂടിയെന്നോ കുറഞ്ഞെന്നോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്ത് ചെയ്യണം, COPൻ്റെ കാര്യം നമ്മൾ എങ്ങനെയാണെന്നുണ്ട്, കനോട്ട് സേ, നേരത്തെ നമ്മൾ എഴുതിയ പോലെ കനോട്ട് സേ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ആണ്. ഓക്കെ, കനോട്ട് സേ ഇൻക്രീസസ് ഓർ ഡിക്രീസ് ആണ് നമ്മുടെ COPയുടെ കാര്യം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഉറപ്പിച്ച്, കാരണം ഇതും കൂടി റെഫ്രിജറേറ്റിംഗ് എഫക്റ്റും കൂടിയുണ്ട്, കംപ്രസർ വർക്കും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടിയും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, COP കൂടിയെന്നോ കുറഞ്ഞെന്നോ പറയാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ഈ ഒരു സൂപ്പർ ഹീറ്റിംഗ് ചെയ്യുന്ന സമയത്ത്, ഈ വാമ്പേട്ടിൽ വെച്ച് സൂപ്പർ ഹീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് COP ഇൻക്രീസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ R12, നമ്മുടെ R12 എന്ന് പറഞ്ഞ റെഫ്രിജറൻറ്റിൻ്റെ പേരാണ്. അപ്പോൾ R12 പോലത്തെ റെഫ്രിജറൻ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, സൂപ്പർ ഹീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് COP ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, എന്നാൽ അമോണിയ അല്ലെങ്കിൽ NH3 പോലത്തെ റെഫ്രിജറൻ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, COP ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, R12 ഉപയോഗിക്കുമ്പോൾ COP ഇൻക്രീസ് ചെയ്യുന്നതായിട്ടും NH3 പോലത്തെ റെഫ്രിജറൻ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ COP ഡിക്രീസ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആണ് പോയിൻ്റ് എഴുതി വെക്കാം. COP മേ ഇങ്ങനെ എഴുതി വെക്കാം, COP മേ അങ്ങനെ എഴുതാം, മേ ഇൻക്രീസസ് ഓർ ഡിക്രീസസ്, ഇൻക്രീസസ് ഓർ ഡിക്രീസസ്, increases or decreases depending on the increases or decreases depending on the refrigerant അല്ലേ. ഏത് റെഫ്രിജറൻ്റ് യൂസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ COP ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ടെൻഡൻസി ഉണ്ടായിരിക്കും. അതായത് ഇൻ കേസ് ഓഫ് ഇങ്ങനെ എഴുതാം, ഇൻ കേസ് ഓഫ് R12 റെഫ്രിജറൻറ്റ്. ഇതിപ്പോൾ തന്നെ മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് സുഖമായിട്ട് എഴുതാൻ പറ്റും. ഇൻ കേസ് ഓഫ് R12 റെഫ്രിജറൻറ്റ്, സൂപ്പർ ഹീറ്റിംഗ് റിസൾട്ട്സ്, സൂപ്പർ ഹീറ്റിംഗ് വിൽ റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ COP. നേരത്തെ പറഞ്ഞ പോലെ R12 പോലത്തെ റെഫ്രിജറൻറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, COP ഇൻക്രീസ് ചെയ്യും, ഇൻക്രീസ് ഇൻ COP. ഓക്കെ, എന്നാലും അടുത്ത പോയിൻ്റ് എഴുതാം. whereas in case of ammonia അല്ലെങ്കിൽ NH3 അമോണിയ സൂപ്പർ ഹീറ്റിംഗ്, അമോണിയ സൂപ്പർ ഹീറ്റിംഗ് would result in, ഇവിടെയും വുഡാണ് വേണ്ടത് കേട്ടോ, വുഡ് റിസൾട്ട് എന്നാണ് വേണ്ടത്. would result in ഡിക്രീസ് ഇൻ COP. ഓക്കെ, COP ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പഠിച്ചു വെക്കുക. നമ്മുടെ സൂപ്പർ ഹീറ്റിൻ്റെ കേസ് എന്ന് പറഞ്ഞത് എന്താണ്, അമോണിയ ഉപയോഗിക്കുമ്പോൾ COP ഡിക്രീസ് ചെയ്യും, R12 പോലത്തെ റെഫ്രിജറൻ്റ് ആണെങ്കിൽ സൂപ്പർ ഹീറ്റിംഗ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡയഗ്രത്തിൽ വരയ്ക്കേണ്ട കാര്യം ഓർത്ത് വെക്കുക, എങ്ങനെയാണ് നമ്മൾ സൂപ്പർ ഹീറ്റിംഗ് ചെയ്യുന്ന കാര്യം ഉണ്ടായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, സൂപ്പർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാണ്, ഈ വാബേറ്റർ വെച്ച് വീണ്ടും ഹീറ്റ് ആവുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് വരുന്നതാണ്, ലാസ്റ്റ് ഒരു പാരാമീറ്ററാണ് സബ് കൂളിംഗ് വിത്തിൻ ദ കണ്ടൻസർ. ഓക്കെ, അടുത്താണ് നാലാമത്താണ് സബ് കൂളിംഗ്. എഴുതി വെക്കാം, സബ് കൂളിംഗ് വിത്തിൻ ദ കണ്ടൻസർ. കണ്ടൻസറിൽ വെച്ച് സബ് കൂളിംഗ് ചെയ്യാം. ഓക്കെ, സബ് കൂളിംഗ് വിത്തിൻ ദ കണ്ടൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ അതിൻ്റെ ഡയഗ്രാം വരിക, നേരത്തെ പഠിച്ച പോലെ തന്നെ TS ഡയഗ്രാം വരയ്ക്കാം. ഇപ്പോൾ പലതവണ ഞാൻ വരയ്ക്കുന്നത് കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് വരയ്ക്കാനുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് വരയ്ക്കാനുള്ള അല്ലേ, പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. 1 2 3 4 ആണ്. നോക്കാം, നമ്മുടെ സബ് കൂളിംഗ് എന്ന് പറയുമ്പോൾ കണ്ടൻസർ വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് ചെയ്യാണ്,
കണ്ടൻസറിൽ വെച്ച് സബ് കൂളിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈന് ഈ ലൈൻ ഇങ്ങോട്ട് ചെരിയും. ഓക്കെ, എന്ത് ചെയ്യും, ഇങ്ങനെയാണ് വരിക. ഇവിടെ 3' വരും, ഇവിടെ 4' വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഈ ഡയഗ്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെ മാറ്റം ഉണ്ടായിട്ടുള്ളതാണ് അല്ലേ. ഇവിടെ നോക്കുക, കംപ്രസർ വർക്ക് അല്ലെങ്കിൽ ഇൻപുട്ട് വർക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും നോക്കുക, നമ്മുടെ ഇൻപുട്ട് വർക്ക്. ഓക്കെ, മനസ്സിലാവും അവിടെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല അല്ലേ. അപ്പോൾ സെയിം തന്നെയാണ് അല്ലേ, അത് സെയിമാണ്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് നെക്സ്റ്റ് ഹീറ്റ് റിജക്റ്റ് അല്ലേ, QR നോക്കുക. QR എന്ത് സംഭവിച്ചത്, ആദ്യം ഇത്രയായിരുന്നു QR ഉണ്ടായിരുന്നു, അത് ഇത്രയായിട്ട് മാറി അല്ലേ. ഹീറ്റ് റിജക്ഷൻ കൂടി അല്ലേ, പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു. ഹീറ്റ് റിജക്ഷൻ കൂടി. ഇനി നോക്കുക അടുത്ത എന്താണ്, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് നോക്കുക. ആദ്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോൾ ഇത്രയായിട്ട് മാറി. ഉറപ്പിച്ച് പറയാൻ പറ്റും അവിടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്തായി, കൂടി. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടി. ഇനി എന്ത് ചെയ്യുക, നമ്മൾ COP എന്തായി നോക്കാം അല്ലേ. COP എന്ന് പറയാൻ കാരണം നമ്മുടെ എഫിഷ്യൻസിയാണ്, നമ്മുടെ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയാണ് COP. നമുക്ക് COP എന്ത് മാറ്റമാണ് ഉണ്ടായത് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് അല്ലേ. COP നോക്കുക, എന്താണ്ടായത്, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ബൈ വർക്ക് ഇൻപുട്ടാണ്. ഓക്കെ, മനസ്സിലാവും. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടി, വർക്ക് ഇൻപുട്ട് സെയിം തന്നെയാണ് അല്ലേ, സെയിം ആണ്. സോ എന്താണ്, മേലുള്ള ആൾ മാത്രം കൂടിയ താഴെ ആൾ കോൺസ്റ്റൻ്റ് ആണ്. എന്ത് സംഭവിച്ചു, നമ്മുടെ COP ഇൻക്രീസ് ചെയ്തു അല്ലേ, COP ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ 4 കാര്യങ്ങൾ പഠിച്ചു. ഈ 4 പഠിച്ചതിൽ നമ്മൾ ഈ സബ് കൂളിംഗ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്, COP നമുക്ക് കൂട്ടാൻ പറ്റിയുള്ളത്. അല്ലെങ്കിൽ തൊട്ട് മുന്നേ പഠിച്ച സൂപ്പർ ഹീറ്റിംഗ് ആകുമ്പോൾ COP കൂടുന്നുണ്ട്, പക്ഷേ എപ്പോഴാണ് അത് R12 പോലത്തെ അല്ലെങ്കിൽ ഏത് റെഫ്രിജറൻറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവിടെ COP കൂടാനുള്ള ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സബ് കൂളിംഗ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ കണ്ടൻസറിൽ സബ് കൂളിംഗ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ COP ഇൻക്രീസ് ആവുന്നുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സബ് കൂളിംഗ് വിത്തിൻ ദ കണ്ടൻസറും അതുപോലെ തന്നെ സൂപ്പർ ഹീറ്റിംഗ് വിത്തിൻ ദ ഇവാപറേറ്ററും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് പ്രാക്ടിക്കലായി ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സബ് കൂളിങ്ങും അതുപോലെ തന്നെ ഈ സൂപ്പർ ഹീറ്റിംഗ് ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കലായി ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സബ് കൂളിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, സബ് കൂളിംഗ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടൻസറിന് ശേഷം അല്ലെങ്കിൽ അവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സബ് കൂളിംഗ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കംപ്രസർ കണ്ടൻസർ കഴിഞ്ഞ് ഞാൻ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യും. അതായത് ഇവാപറേറ്ററിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇവാപറേറ്റർ കഴിഞ്ഞിട്ട് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ വരുന്ന പോലെ ഇവാപറേറ്റർ കഴിഞ്ഞാൽ കംപ്രസറിലേക്ക് പോകുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറും അതുപോലെ തന്നെ കംപ്രസർ കഴിഞ്ഞു കണ്ടൻസറിൻ്റെ എക്സിറ്റ് വരുന്നതും ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് വരുന്ന പോലെ. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിച്ച് നമ്മൾ സബ് കൂളിംഗ് ചെയ്യുന്നത്. ഓക്കെ, അതിവിടെ 2 പോയിൻറ്റ്സ് ഓർത്ത് വെക്കണം. സബ് കൂളിംഗ് വിത്തിൻ ദ subcooling within the condenser, subcooling within the condenser and superheating within the evaporator cannot be done പ്രാക്ടിക്കലി. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ട് നമുക്ക് സബ് കൂളിങ്ങും അതുപോലെ തന്നെ എന്തെങ്കിലും സൂപ്പർ ഹീറ്റിംഗ് നമുക്ക് എന്തെങ്കിലും കഴിയില്ല, പ്രാക്ടിക്കലായി ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അടുത്തൊരു പോയിന്റ് എഴുതി വെക്കുക. സബ് കൂളിംഗ് ഇൻ VCRS can be done by the help of ഹീറ്റ് എക്സ്ചേഞ്ചർ. ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സബ് കൂളിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സബ് കൂളിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾ എന്താ നേരത്തെ പറഞ്ഞാൽ ഞാൻ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു. എങ്ങനെ ഉപയോഗിച്ചാൽ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ സൈക്കിൾ നോക്കുകയാണെങ്കിൽ അത് കംപ്രസറാണ് വിചാരിക്കുക. ഇത് നമ്മുടെ കംപ്രസറാണ്. കംപ്രസറിന് നമുക്കറിയാം ഇത് കണ്ടൻസർ. ഓക്കെ, കണ്ടൻസറിന് എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ വെക്കുക. ഓക്കെ, ഇത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്, ഇത് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓക്കെ, എന്ത് ചെയ്യുക, നേരെ അതൊരു എക്സ്പാൻഷൻ വാൾവിലേക്ക് ശേഷം അത് നമ്മുടെ ഇവാപറേറ്ററിലേക്ക്. ഓക്കെ, ശേഷം അത് ഇവാപറേറ്ററിലേക്ക്. ഈ ഇവാപറേറ്ററിൻ്റെ എക്സിറ്റ് എന്ത് ചെയ്യുക, വീണ്ടും നമ്മുടെ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് തന്നെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ എക്സിറ്റ് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും കംപ്രസറിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സബ് കൂളിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക അല്ലേ. ഇത് കംപ്രസറാണ്. കംപ്രസറിന്ന് കണ്ടൻസറിലേക്ക് പോകും, അവിടുന്ന് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് പോകും, ഹീറ്റ് എക്സ്ചേഞ്ചറിന്ന് എക്സ്പാൻഷൻ വാൾവിലേക്ക് പോകും,
എക്സ്പാൻഷൻ വളർന്ന് ഇവാപ്പറേറ്ററിലേക്ക് പോകും. ഇവാപ്പറേറ്ററിൽ നിന്ന് വീണ്ടും ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് വരും. അവിടെ നിന്ന് വീണ്ടും കംപ്രസറിലേക്ക് പോകും. അതാണ് നമ്മുടെ ആ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യുന്ന ആ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാലും. ഓക്കെ, അപ്പോൾ യൂസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഇൻ VCRSലിൻ്റെ ഒരു ഡയഗ്രാമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാക്സിമം മനസ്സിലാകുന്ന പോലെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കാര്യത്തിൻ്റെ കുറച്ച് നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, സബ് കൂളിങ്ങിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ച് നോക്കുക. ഇനി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യം ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം വായിക്കുക. എന്നാലും പെട്ടെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാവും, പക്ഷേ ക്ലാസ് കണ്ടിട്ട് വായിക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. സബ് കൂളിങ്ങിൻ്റെ എഫക്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ വായിച്ച് നോക്കുക, പോയിൻറ്റ്സ് പഠിച്ച് നോക്കുക. ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ പോയിൻറ്റ്സ് വിട്ടുണ്ടാവും, ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. സൂപ്പർ ഹീറ്റിങ്ങിൻ്റെ പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടായിരിക്കും എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ. ഓക്കെ, സൂപ്പർ ഹീറ്റിങ്ങിൻ്റെ എഫക്ട്സ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ വേപ്പർ VCRSും പറഞ്ഞു. അതിൽ pH ഡയഗ്രം, TS ഡയഗ്രം, അതുപോലെ തന്നെ അതിൽ വരുന്ന ഓരോ വേരിയേഷൻസിൽ നമ്മൾ കണ്ടൻസർ പ്രഷർ ആദ്യം നമ്മൾ ഇവാപ്പറേറ്റർ പ്രഷർ കുറച്ചു, പിന്നെ കണ്ടൻസർ പ്രഷർ കൂട്ടി, പിന്നെ സൂപ്പർ ഹീറ്റിംഗ് ചെയ്തു, പിന്നെ സബ് കൂളിംഗ് അല്ലെങ്കിൽ അണ്ടർ കൂളിംഗ് ചെയ്തു. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.